നോക്കൂ, ഒരു MLA നമ്മുടെ നാട്ടിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന ഓഡിയോ ക്ലിപ്പിലേക്ക് ഒന്ന് പെട്ടെന്ന് പോയിട്ട് അനിൽകുമാർ താങ്കളിലേക്ക് വരാം. ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. ആ കൊച്ചിനെ കാണുന്നവരെല്ലാം തന്തയില്ലാത്ത തന്ത ഉണ്ടോ ഇല്ല, തന്തയില്ലാതൊരു കൊച്ചു പൂവിലോട്ട് പൊട്ടി വീഴുമോ? പിന്നെ ആ കൊച്ചാരെ ചൂണ്ടിക്കാണിക്കുന്നേ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം, മറ്റുള്ള ആളോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും? അതന്നെ ചൂണ്ടിക്കാണിക്കും, പിന്നെ അല്ലാണ്ട് വേറെ ആര് ചൂണ്ടിക്കാണിക്കാനാണ് എനിക്കിരിക്കുന്നത്? അത്തരം ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് അതെനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അയ്യോ, അത് ഞാൻ എങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ അല്ലാതെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ. കെ അനിൽകുമാർ, നോക്കൂ, ഒരു MLA ഇങ്ങനെ ഒരു സ്ത്രീയോട് പറയുന്നു. വളരെ ബോൾഡായ ഒരു സ്ത്രീ, ഇപ്പുറത്ത് അവരെടുത്ത നിലപാട് നമ്മൾ കണ്ടു, അതെന്താണെന്നുള്ളത് നമ്മൾ കേട്ടു. പക്ഷേ എത്ര പേർക്ക് ഇതുപോലെ പറയാനാകും? ഇയാളുടെ ഈ ചെയ്തികൾ, ഇയാളുടെ ഈ ചരിത്രം നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ ഇത് എത്രയായിരിക്കും ഇതിൻ്റെ എക്സ്റ്റെൻറ്റ്, ഇത് എവിടെയൊക്കെ ഉണ്ട് പരാതികൾ ഇനിയും പുറത്തു വരാൻ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം? ഇത് ഒരു കമ്മീഷൻ കൊണ്ട് തീരുന്ന കാര്യങ്ങളാണോ എന്ന് പോലും തമാശയ്ക്ക് ചോദിക്കുന്നവരുണ്ട്. തമാശയല്ല അത് അനിൽകുമാർ. കേരളത്തിലെ ഒരു ചാനലിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശബ്ദമാണ് ഇപ്പോൾ ഒരു സംഭാഷണത്തിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ കേട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാധ്യമപ്രവർത്തകരിൽ ഒന്നിലേറെ ആളുകൾ ഇയാളുടെ വലയിൽ വീഴുകയും ഇപ്രകാരം കെടിയിലാവുകയും അതിൻ്റെ ഭാഗമായി ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനോടുള്ള ഒരമ്മയുടെ സ്നേഹം ഒരു ഭാഗത്തും, ഇത്തരമൊരു പതനത്തിലേക്ക് ചെന്നുപെട്ടപ്പോൾ സ്വന്തം അമ്മ ആ അമ്മയുടെ ഒരു മകളായി തീരുമ്പോൾ അമ്മ ഈ സമൂഹത്തിനകത്ത് നീറി മരിക്കുന്നതോർത്ത് ഒരമ്മയ്ക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വിടയിൽപ്പെടുന്ന നിരാലംബയായ ഒരു സ്ത്രീയുടെ വേദന, നിലവിളി, ആ നിലവിളി കേൾക്കുമ്പോൾ ഞാൻ ഒഴിഞ്ഞു പോവുകയാണ് എന്ന് പറയുക മാത്രമല്ല, ഒരു ഡോക്ടറുടെ സഹായമില്ലാതെ ആ കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള വഴിയെന്ത് എന്ന് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് ഗൂഗിളിൽ നോക്കി അധിക പുതിയ സാങ്കേതികവിദ്യയെല്ലാം ഉപയോഗിച്ച് അത് നിർവഹിക്കണമെന്ന് ഉപദേശിക്കുന്ന ഒരു പൊതുപ്രവർത്തകനെയാണ് ഈ സംഭാഷണത്തിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ ഞെട്ടിക്കുന്നത് അതല്ല, ഈ വ്യക്തി ആരാണെന്ന് എനിക്ക് 4 കൊല്ലം മുമ്പേ അറിയാം. അതുകൊണ്ട് എന്നെ ഇതൊന്നും ഞെട്ടിക്കുന്ന കാര്യമല്ല. ഇയാളെ ഞാൻ 4 കൊല്ലം മുമ്പ് ഇതേപോലെ ദുരനുഭവം ഉണ്ടായ ഒരാൾ എന്നോട് നേരിട്ട് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. 4 കൊല്ലം മുമ്പ് ഞാൻ അറിഞ്ഞ കാര്യം ഇന്ന് കുറേ ആളുകൾ ഇന്നലെ വെളിപ്പെടുത്തിയെന്നല്ലാതെ എനിക്ക് പുതിയൊരു അത്ഭുതമൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അത് ഞാൻ 1 മാസം മുമ്പ് ഈ ചർച്ച പങ്കെടുക്കുന്ന പ്രേംകുമാറുമായി പങ്കിട്ടു എന്നുള്ളതും, അദ്ദേഹം മാപ്പപേക്ഷിച്ച ഘട്ടത്തിൽ നിങ്ങൾ മാപ്പപേക്ഷിച്ചൊക്കെ ശരിയാണ്, പക്ഷേ വസ്തുത ഇതാണ് എന്ന കാര്യം അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞിരുന്നു എന്ന കാര്യവും ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ്. ഇന്ന് പുറത്തു വന്ന മറ്റൊരു സംഭാഷണമുണ്ടല്ലോ, ഹൈദരാബാദിലോ ബാംഗ്ലൂരിലോ പോയി ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ഒരു വനിതയോട് എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇവർ രണ്ടാളും കണ്ടുമുട്ടുന്ന ആ ചാനൽ ചർച്ചയിൽ ഞാൻ സാക്ഷിയാണ്. ഞാൻ ആ ചാനൽ ചർച്ചയിലുണ്ട്. തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ ചാനൽ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ച കുട്ടിയാണ്. ഇന്ന് ഇവിടെ ഈ വെളിപ്പെടുത്തൽ നടത്തിയ കുട്ടി ട്രാൻസ്ജെൻഡർ എന്നുള്ളത് എനിക്കറിയാം, ഇപ്പം മനസ്സിലായിട്ടുണ്ട്. അവർ BJP-കാരിയായിരുന്നു. അല്പം കോലാഹലമൊക്കെ നടന്നൊരു ചാനൽ ചർച്ചയാണ്. ഒരു BJP-കാരിയായിരുന്ന ചാനൽ ചർച്ച പങ്കെടുത്ത് BJP-ക്ക് വേണ്ടി വീറോടെ എതിർഭാഗത്ത് വാദമുന്നയിച്ച ഒരാളെ അന്ന് തന്നെ പരിചയപ്പെട്ട് അവർക്ക് മെസ്സേജ് അയച്ചു എന്നുള്ള വാർത്തയാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമല്ല BJP-യിൽ പോലും പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു വനിതയെ പാട്ടിലാക്കാൻ അദ്ദേഹം അന്നേ പുറപ്പെട്ടിരിക്കുന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് 10 ദിവസം മുമ്പത്തെ സംഭവമാണ് ഈ പറയണത്. ഇന്ന് അത് മാധ്യമങ്ങൾ വന്നപ്പോൾ ഞാനതിൽ സാക്ഷിയാണല്ലോ എന്ന് വീണ്ടും ഞാൻ ഓർത്തുപോയി. ഇന്ന് എന്നെ അസ്വസ്ഥപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം ഞാൻ പറയാം. ഇതുപോലൊരു അശ്ലീല സന്ദേശം അയച്ചാൽ തൂക്കിക്കൊല്ലാൻ പറ്റുമോ?
ചോദിച്ചത് അടുത്ത ഭരണം 100 സീറ്റ് നേടി പിടിക്കുമെന്ന് പറയുന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. ഇതുപോലൊരു അശ്ലീല സന്ദേശം അയച്ചതിന് തൂക്കിക്കൊല്ലാൻ പറ്റുമോ? അപ്പം അദ്ദേഹം തൂക്കിക്കൊല്ലണ്ട, ഈ വ്യക്തിയോട് ചോദിച്ചോ. ഈ വ്യക്തി ഇന്നോ 1:15 മണിക്ക് പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് എന്നോട് ഇക്കാര്യം സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഏതാണ് സത്യം? ഇന്നലെ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ള അഭിവന്ധിയായ ഒരു മാധ്യമപ്രവർത്തക, അഭിവന്ധിയായ ഒരു കോൺഗ്രസ് കുടുംബത്തിലെ പ്രതിപക്ഷ നേതാവിനെ പിതാവിനെ പോലെ കാണുന്ന റിനി ജോർജ്, അവർക്കെതിരായി നടന്ന സൈനിക വേട്ട അല്ലെങ്കിൽ മാധ്യമ വേട്ട അല്ലെങ്കിൽ അവർക്കെതിരായിരുന്ന സൈബർ വേട്ട അവിടെ കിടക്കട്ടെ. AK സെൻറ്ററിൽ നിന്നും സരിത പുറപ്പെട്ടു. AK സെൻറ്ററിൽ നിന്നും ചില ആളുകൾ പുറപ്പെട്ടു, വലിയൊരു പുറപ്പെട്ടു എന്നൊക്കെയായിരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ടീംസ് ഇന്നലെ തൊട്ട് അവരെ വരിഞ്ഞു മുറുക്കിയത്. എന്തായാലും പിതൃതുല്യനായിട്ട് ബഹുമാനപ്പെട്ട സതീശനെ കാണുന്നവർ ബഹുമാനപ്പെട്ട സതീശനോട് തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു എന്ന് സതീശൻ പറയുന്നു. ഒരു പിതാവ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവോ അതുപോലെ ഞാൻ കൈകാര്യം ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ഈ മാന്യ വ്യക്തി MLA അങ്ങനൊരു വിവരം പ്രതിപക്ഷ നേതാവ് എന്നോട് സംസാരിച്ചിട്ടില്ല എന്ന് ഇന്ന് 1:30 പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പറയുകയാണ്, ഇതുപോലൊരു അശ്ലീല സന്ദേശം അയച്ചു എന്നതുകൊണ്ട് നിങ്ങൾക്ക് തൂക്കിക്കൊല്ലാൻ പറ്റുമോ? അപ്പോൾ എന്തു ചെയ്തു എന്നുള്ളതാണ് ചോദ്യം.